നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഈസ്റ്റേൺ സ്റ്റേഷനിൽ നിന്നാണ്. ചരിത്ര പ്രസിദ്ധമാണ് കേട്ടോ ഈ ഈസ്റ്റേൺ സ്റ്റേഷൻ. ഡിസ്ട്രിക്ട് ലൈനിലും ഹാമർസ്മിത്ത് ആൻഡ് സിറ്റി ലൈനിലും വരുന്ന ഈ സ്റ്റേഷൻ 1858 തുറന്നത്. ലണ്ടനിലെ തിരക്കേറിയ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഈ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്നത് ലണ്ടനിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈബാണ്. നമ്മുടെ ഭാഷകൾ നമുക്ക് കേൾക്കാം. തമിഴ്, മലയാളം, ഉറുദു, ഹിന്ദി, നമ്മുടേതായ ഭാഷകളും നമ്മുടേതായ ആളുകളെയും കണ്ടു നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. നമ്മുടെ നാട്ടിലല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ നാടിൻ്റെ വൈബ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇതെന്താ തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഇത്ര വിജനമായിട്ട് കിടക്കുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തിരക്ക് കുറഞ്ഞ സമയത്ത് എടുത്ത വീഡിയോകളാണ്. അല്ലെങ്കിൽ നമുക്ക് സൂചി കുത്താൻ സ്ഥലമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും സ്ഥലമില്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനായിട്ട്. അത്രയ്ക്ക് തിരക്കുള്ള സമയമുണ്ട്. ഹൈ സ്ട്രീറ്റിന് ഇരുവശവുമായിട്ട് പരന്ന് വളരെ നീളത്തിൽ കിടക്കുന്നതാണ് ഈ മാർക്കറ്റ്. ഇവിടെ വന്നാൽ നമ്മൾ ഇത് ലണ്ടനാണെന്ന് തന്നെ മറക്കും. നമുക്ക് എന്തൊക്കെ വേണം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തും കിട്ടുന്ന ഇടമാണ് ഈ മാർക്കറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാടും വീടും വീട്ടുകാരെയും വിട്ട് വേറൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ നാടും നാട്ടുകാരെയും നാടൻ ഭാഷയും ഒക്കെ പറഞ്ഞ് കേട്ട് ഒന്ന് ആസ്വദിക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ മതി. എത്ര രസമാണെന്നോ നമ്മുടെ ആ കലപില സ്വരങ്ങളും ഒക്കെ കേട്ടിങ്ങനെ ഇതിലേ നടക്കാൻ. വെറുതെ ഒന്നും വാങ്ങുമൊന്നും വേണ്ട, വെറുതെ നടന്നാൽ മതി. നല്ല രസമാണ്. ചിന്തിക്കടകളും തുണിക്കടകളും വിഗ്രഹങ്ങൾ വിൽക്കുന്ന കടകളും മീൻ കടകൾ, ഇറച്ചിക്കടകൾ, എന്തൊക്കെ വേണം നാട്ടിൽ കിട്ടുന്ന എന്തും ഇവിടെ കിട്ടും. കുപ്പിവളകളോ ജൗളിത്തരങ്ങളോ, നിങ്ങൾക്കൊരു സദ്യ ഉണ്ടാക്കണോ, നിന്ന നിപ്പിൽ ഈ മാർക്കറ്റിലേക്ക് വന്നാൽ മതി. വാഴയില തൊട്ട് വെക്കാനുള്ള സദ്യ വിഭവങ്ങളുടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടുത്തെ ഏതൊരു മലയാളിയുടെയും പ്രിയപ്പെട്ട കടയായിരിക്കും ഈ ശക്തി ക്യാഷ് ആൻഡ് ക്യാരി. കാരണം ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും. അതും നല്ല വിലക്കുറവിൽ തന്നെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ചിലവ് കുറച്ച് ജീവിക്കണമെങ്കിലും നന്നായി ലാവിഷായിട്ട് ജീവിക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ ഈസ്റ്റ് ഹാമിൽ ജീവിക്കാൻ പറ്റും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കാണുന്ന ചുവന്ന ആനവണ്ടി, ഇതാണ് നമ്മുടെ ലണ്ടനിലെ ആനവണ്ടി. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. ഇവിടെ വന്ന് എന്തായാലും അതിൻ്റെ ആശ തീർത്തു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. സൂര്യാസ്തമയവും ഉദയവും ഒക്കെ ഈ ഗോപുരത്തിൽ തട്ടി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ക്ഷേത്രം ഹൈ സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭക്തിസാന്ദ്രമായ ഈ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ലണ്ടനിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഒരിടമാണ്. ഈ ക്ഷേത്രത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടി ദിവസവും നൂറുകണക്കിന് ആളുകളാണ് വരുന്നത്. അവിടെ ജാതി മത ഭേദമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രത്യേക പൂജകളും പ്രസാദവും ഇവിടെ വളരെ പ്രശസ്തമാണ്.
ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതായത് ഈ ക്ഷേത്രത്തിനുള്ളിലൂടെ തന്നെ കയറിയാണ് താഴെയുള്ള സായിബാബ മന്ദിറിലേക്ക് പോകേണ്ടത്. പല പല വിസകളിലായിട്ട് ഇവിടെ വന്ന് ജോലിയില്ലാതെ താമസിക്കുന്ന ഒത്തിരിയേറെ സ്റ്റുഡൻസിന് ദിവസം പ്രതി എത്ര ചാക്ക് അരിയുടെ ചോറും ആഹാരമാണെന്നോ ഇവിടെ ഈ സായിബാബ മന്ദിറിൽ നിന്ന് കൊടുക്കുന്നത്. അവിടെ ജാതിയോ മതമോ വയസ്സോ പ്രായമോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായ ഫുഡ് അവർ വെച്ചു കൊടുക്കും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെച്ചിട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളവിടെ കഴിക്കുന്നതിന് ഒരു നിബന്ധനകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ക്യൂ ചില ദിവസങ്ങളിൽ ഹൈ സ്ട്രീറ്റിലും നീണ്ടു കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ ജ്വല്ലറികൾ, നമ്മുടെ ജോയ ലുക്കാസ് ഇവിടെയുണ്ട്, നമ്മുടെ മലബാർ ഗോൾഡ് ഇവിടെയുണ്ട്. നിങ്ങൾക്കൊരു കാതുകുത്തോ ബർത്ത്ഡേയോ ഗിഫ്റ്റ് കൊടുക്കണോ എങ്കിൽ നേരെ ഈസ്റ്റ് ഹാമിലേക്ക് വന്നാൽ മതി. ഈ ലണ്ടനിലെ പ്രത്യേകത എന്താണെന്നോ, നമ്മളിങ്ങനെ സിറ്റിക്കുള്ളിൽ തന്നെ വളരെ ശാന്തമായിട്ട് മനുഷ്യർ താമസിക്കുന്ന വീടുകളും അങ്ങനെ തന്നെ ആ മാർക്കറ്റിൻ്റെ ഇരുവശവുമായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാനർ പാർക്ക് ഏരിയയിലുള്ള ശ്രീ മുരുകൻ ക്ഷേത്രം. ഇത് വെളുത്ത മാർബിളിൽ തീർത്ത ഒരു ക്ഷേത്രമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും മനോഹരമായ മുരുകൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ ഗോപുരത്തിലെ കൊത്തുപണികൾ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഇവിടെ വന്നിരുന്നാൽ മനസ്സിന് വലിയ പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് എല്ലാവരും പറയാറ്. കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ് പ്ലാഷറ്റ് പാർക്ക്. പാർക്കിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് കാണാം നമ്മുടെ പഴയ ലൈബ്രറി കെട്ടിടം. ഈ കെട്ടിടം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പഴയ ആ റെഡ് ബ്രിക്സിൽ നിർമ്മിച്ചിട്ടുള്ള ആ കെട്ടിടം കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇപ്പോഴത്തെ റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണത്. ലണ്ടനിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഭാഗവുമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഈ പാർക്കും ലൈബ്രറി പരിസരവും ഈസ്റ്റ് ഹാമിൻ്റെ ഹൃദയം തന്നെയാണെന്ന് പറയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇല പോലും ഇല്ലാത്ത കുറേ ഉണക്ക മരങ്ങളാണല്ലോ നിൽക്കുന്നതെന്ന്. പക്ഷേ ഇത് ഉണക്കമരങ്ങളല്ല, ഇതിവിടുത്തെ ശൈത്യകാലത്തിലെ ഒരു പ്രത്യേകതയാണ്. മരങ്ങളിലെ ഇലകൾ മുഴുവനും കൊഴിഞ്ഞ് അവർ പുതിയ ഇലകൾക്ക് വേണ്ടി അവരെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, ഉറങ്ങി നിൽക്കുന്ന ഒരു സമയമാണിത്. ഇത് സ്പ്രിങ് ആകുമ്പോഴത്തേക്കും ഇതിലെ ഇലകളെല്ലാം തളിർത്ത് വന്ന് സമ്മർ കാലത്തേക്ക് പൂവിടാൻ വേണ്ടി റെഡിയായിട്ട് അവർ വരും. അങ്ങനെയാണ് ഇവിടെ എല്ലാ തണുപ്പ് കാലത്തും അവർ ഇലകളെല്ലാം കൊഴിച്ച് ഇങ്ങനെ ചൂടുകാലം വരാൻ വേണ്ടിയിട്ട് ഉറങ്ങി നിൽക്കും. അതാണ് നമ്മൾ ഈ കാണുന്ന ഉണക്ക മരങ്ങളെന്ന് നമുക്ക് തോന്നുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നീലാകാശത്തിലേക്ക് ആ ശിഖരങ്ങളൊക്കെ നീട്ടി നിൽക്കുന്ന മരങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ വിൻ്റർ കാലത്ത് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ മരങ്ങളിൽ ഇങ്ങനെ നോക്കി, നീല ആകാശമുള്ളപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക തരം രസമാണത്. നിങ്ങളിലെ ഭാവന ഉണരും, കവിത കഥ ഒക്കെ ഇങ്ങനെ വരും. മരങ്ങളിൽ പൂക്കളില്ലെന്നേ ഉള്ളൂ. നോക്കൂ, ആ നിലം മുഴുവൻ പൂക്കളാണ്. സ്കൂൾ അവധിക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ പാർക്കിലൊന്നും ആരും ഇല്ലാത്തത്. ഇവിടെ സ്കൂൾ വിട്ട് വന്നാൽ തിരക്കോട് തിരക്കാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ വിജനമായ ഒരു സമയത്ത് പോയി വീഡിയോ എടുത്തത് കൊണ്ടാണ് അവിടെ എങ്ങും ആരും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇതെല്ലാം നിറയെ ആളുകളായിരിക്കും. കണ്ടോ എത്ര ഭംഗിയാണ് ഇതിൽ നടക്കാനെന്ന്. ഇപ്പോൾ സ്കൂൾ കുട്ടികളും ആളുകളും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവിടെ അണ്ണാന്മാരുടെയും കിളികളുടെയും വിഹാര കേന്ദ്രമാണ്. നാട്ടിലെ അണ്ണാൻ കുഞ്ഞുങ്ങളെ പോലെ ഇവർ നമ്മളെ കണ്ടാൽ ഓടി ഒളിക്കുകയൊന്നുമില്ല കേട്ടോ. ഇവർ നമ്മുടെ അടുത്ത് വരും, നമ്മുടെ കയ്യിൽ നിന്ന് കടലയൊക്കെ വാങ്ങി തിന്നും. വളരെ ഫ്രണ്ട്ലിയാണ്. കണ്ടോ നല്ല രസമില്ലേ? നിങ്ങൾ തനിച്ച് ബോറടിച്ചിരിക്കുകയാണോ? ഇവിടെ വന്ന് ഈ പാർക്കിൽ ചുമ്മാ ഈ ബെഞ്ചിലിരുന്ന് ഈ കിളികളെയും ഈ അണ്ണന്മാരെയും ഈ സീനറിയും ഒക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്, ഒരു സുഖമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഫോറസ്റ്റ് ഗേറ്റ് ആണ്. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ നിയോ ഗോത്തിക് ഡിസൈനിൽ വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഗ്രേഡ് 2 ലിസ്റ്റഡ് കാത്തലിക് ചർച്ചുകളിൽ ഒന്നാണ് കേട്ടോ.
ഈ പള്ളി കഴിഞ്ഞ 140 വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ലാൻഡ്മാർക്കാണിത്. ഈസ്റ്റ് ഹാമിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിശുദ്ധനാണ് സെൻറ്റ് ആൻ്റണി ഓഫ് പാദുവ. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും നൊവേനകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ ഡെയിലി മാസസും സൺഡേ മാസസും ഇവിടെയുണ്ട്. അവിടുന്ന് ഇറങ്ങി നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാണ് കേട്ടോ. നമ്മൾ വീണ്ടും നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടോപ്പിൽ കയറിയിരുന്ന് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് തേംസിന് മുകളിലൂടെയാണ് കേട്ടോ. കണ്ടോ, ഈ കാണുന്നതാണ് തേംസ് നദി. നിങ്ങൾ കേട്ടിട്ടില്ലേ ലണ്ടനെ ചുറ്റി ഒഴുകുന്ന തേംസ് നദിയെപ്പറ്റി? അതാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.